സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഓരോ സീസൺ അവസാനിക്കുമ്പോഴും ആ സീസണിലെ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസിനെ പറ്റി സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മളും ആ രീതിയിൽ തന്നെ ഒരു സീസണിന് ശേഷം വിദേശ താരങ്ങളെപ്പറ്റിയും ഇന്ത്യൻ താരങ്ങളെപ്പറ്റിയും സംസാരിക്കാറുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ പ്ലേയേഴ്സിനെ പറ്റിയാണ്. ശരിക്കും ഈ ഒരു സീസണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാച്ച് കളിക്കാൻ ആവശ്യമുള്ള 6 പ്ലേയേഴ്സ് പോലും ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ഏറ്റവും കൂടുതൽ ഫോറിൻ പ്ലേയേഴ്സിന് ഇഞ്ചുറി വന്ന സീസണും ഏറ്റവും കൂടുതൽ ഫോറിൻ പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്ത സീസണും ഈ ഒരു സീസണാണ്. ശരിക്കും ഈ സീസണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഒരു 6 സൈനിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ അഡ്രിയ ലൂണ, ദിമിത്രോസ് ഡയമന്റഗോസ്, മാർക്കോ ലെസ്കോവിച്ച്, ഈ 3 പേരും ഓൾറെഡി കഴിഞ്ഞ സീസണിൽ ഉണ്ടായിട്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ട് ഈ സീസണിലേക്ക് വന്ന 3 ഫോറിൻ പ്ലേയേഴ്സ് ആണ്. അവർക്ക് പുറമെ പുതുതായിട്ട് സൈൻ ചെയ്യപ്പെട്ട ജോഷോ സുറ്റീരി ഉണ്ടായിരുന്നു, മിലോസ് ട്രിൻസിച്ച് ഉണ്ടായിരുന്നു, ക്വാമെ പെപ്ര. ഈ 3 പ്ലേയേഴ്സ് ആണ് നേരത്തെ കോൺട്രാക്ട് ഉണ്ടായ പ്ലേയേഴ്സിന് പുറമെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന 3 പുതിയ പ്ലേയേഴ്സ്. അതിൽ ജോഷോ സുറ്റീരിയോ അദ്ദേഹത്തിന് ISL രജിസ്റ്റർ ചെയ്യാൻ പോലും പറ്റാതെ അതിന് മുൻപേ തന്നെ ഇഞ്ചുറി വന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. സോ സുറ്റീരിയോക്ക് പകരം ISL മുൻപേ തന്നെ ടീം സൈൻ ചെയ്ത ഒരു പ്ലെയറാണ് ജാപ്പനീസ് പ്ലെയർ ആയിട്ടുള്ള ഡെയ്സുകെ സക്കായ്. അതിനുശേഷം ലീഗ് മുന്നോട്ട് പോയപ്പോൾ പകുതിക്ക് വെച്ച് നമ്മുടെ അഡ്രിയൻ ലൂണക്ക് പരിക്കേറ്റു. അതിന് പകരം കൊണ്ടുവന്ന പ്ലെയറാണ് ഫെഡർ സിർനിച്ച് എന്ന ലിത്വാനിയൻ പ്ലെയർ. ലൂണയ്ക്ക് ശേഷം ക്വാമെ പെപ്ര എന്ന നമ്മുടെ ആഫ്രിക്കൻ സ്ട്രൈക്കറിനും പരിക്ക് പറ്റി. അതിന് പകരം പുതിയ സൈനിങ് ഒന്നുമല്ല, ഓൾറെഡി ടീമിൽ ഉണ്ടായിട്ട് ലോണിൽ പോയ ജസ്റ്റിനെ ടീമിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത്. സോ ടോട്ടലി 9 ഫോറിൻ പ്ലേയേഴ്സ് ആണ് സൈൻ ചെയ്യപ്പെട്ടുള്ള ഫോറിൻ പ്ലേയേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത്. ഇതിൽ നമുക്ക് അഡ്രിയ ലൂണയെ ഒഴിവാക്കാം. ഓൾറെഡി അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം എന്തായിരുന്നു ആരായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ കഥാപ്രസംഗം നടത്തേണ്ട ആവശ്യമില്ല. ഓൾറെഡി ലൂണ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ടീമിൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. സോ ലൂണയുടെ കാര്യം നമുക്ക് വിടാം. ബാക്കിയുള്ളവരിൽ നമ്മൾ 2 പേരെ കൂടി ഒഴിവാക്കുന്നുണ്ട്. ഒരാൾ ജോഷോ സുറ്റീരിയോ, ഒരാൾ ജസ്റ്റിനുമാണ്. സുറ്റീരിയോ ഒരു മാച്ച് പോലും കളിച്ചിട്ടില്ല. ജസ്റ്റിനിലേക്ക് വരാണെങ്കിൽ വളരെ കുറച്ച് മാച്ചുകൾ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അദ്ദേഹവും ഇതുപോലെ 1-2 മാച്ച് കളിച്ച് ഇഞ്ചുറി പറ്റിപ്പോയ ഒരു പ്ലെയറാണ്. സോ ഈ 3 പ്ലേയേഴ്സിനെ ഒഴിവാക്കാം. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കുറവ് മാച്ചുകൾ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ലിത്വാനിയൻ പ്ലെയർ ആയിട്ടുള്ള ഫെഡർ സിർനിച്ച് ആണ്. 10 മാച്ചുകൾ ലീഗിന്റെ ഒരു അവസാനത്തേക്ക് അടുപ്പിച്ചാണ് സിർനിച്ച് ടീമിലേക്ക് ശരിക്കും വരുന്നതും മാച്ചുകൾ കളിക്കാൻ പാകത്തിന് റെഡി ആവുകയും ചെയ്യുന്നത്. 3 ഗോൾ 1 അസിസ്റ്റ്, ടോട്ടൽ 4 ഗോൾ കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു പ്ലെയറാണ്. സിർനിച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിസ്റ്റീരിയസ് പ്ലെയർ ആണ്. ഒരു സീസൺ കൊണ്ട് അതിന്റെ ക്വാളിറ്റിയെ പറ്റി പറയാനോ ജഡ്ജ് ചെയ്യാനോ പറ്റാത്ത, അത്തരത്തിൽ പിടിതരാത്ത ഒരു പ്ലെയറിനെ പോലെയാണ് എനിക്ക് സിർനിച്ചിന്റെ കാര്യത്തിൽ ഫീൽ ചെയ്തത്. അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഈ ഒരു സീസണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ വൈകിയാണ് ടീമിനൊപ്പം ചേർന്നത്. അദ്ദേഹത്തിന്റെ ടീമുമായിട്ട് ഒന്ന് റെഡി ആവാനുള്ള അല്ലെങ്കിൽ ലിങ്ക് ആവാനുള്ള ഒരു ടൈം ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എന്നിട്ടും പെർഫോമൻസ് വൈസ് നമ്പേഴ്സിന്റെ കാര്യത്തിൽ 3 ഗോൾ 1 അസിസ്റ്റ്, കുറച്ചുകൂടി ഡിഫറൻ്റ് ആയുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയം ഈ 10 മാച്ചുകൾ കളിച്ചു എന്ന് പറയുമ്പോൾ 623 മിനിറ്റുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ ഒരു ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മാച്ചിൽ 62 സംതിങ് മിനിറ്റ്സ് ആണ് അദ്ദേഹം ഗ്രൗണ്ടിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. വെറും 3 മാച്ചുകൾ മാത്രമാണ് 90 മിനിറ്റ്സ് ഫുള്ളായിട്ട് കളി തുടങ്ങി അവസാനം വരെ അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ മാച്ചിലും കൂടുതലും 50-60 ആ റേഞ്ചിലാവുമ്പോഴേക്കും സബ്ബായി പുറത്തേക്ക് പോകാറാണ് പതിവ്. ഇനി 90 മിനിറ്റ് കളിച്ച മാച്ചുകൾ പോലും ഒരു 60 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ പെർഫോമൻസും സ്റ്റാമിനയൊക്കെ വളരെയധികം ഡൗൺ ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇദ്ദേഹം പിടിതരാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ ക്വാളിറ്റി കംപ്ലീറ്റ്ലി ഇവിടെ എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ലിത്വാനിയൻ ടീമിന്റെ ക്യാപ്റ്റനാണ്, ഒരു ദേശീയ ടീമിന് വേണ്ടി സ്ഥിരമായിട്ട് കളിക്കുന്ന ക്യാപ്റ്റൻ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. സോ അതിന്റെ ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. പക്ഷേ ആ ക്വാളിറ്റി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഉപകാരപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. അതിന് മെയിൻ ആയിട്ടുള്ള കാര്യം ഈ കണ്ടീഷൻസ് അദ്ദേഹത്തിന് സെറ്റ് ആവാത്തതോ അല്ലെങ്കിൽ ഇവിടെ ടീമായിട്ട് അദ്ദേഹത്തിന് സെറ്റ് ആവാൻ ടൈം കിട്ടാത്തതോ ആയിരിക്കാം അതൊരു വലിയ കാരണമായിട്ട് പറയാം. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു പെർഫോമൻസ് കൊണ്ട് നമുക്ക് ഇനിയും അദ്ദേഹത്തെ ടീമിൽ വേണമോ വേണ്ടയോ എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. പക്ഷെ എന്നാൽ 60 മിനിറ്റിന് ശേഷമൊക്കെയാണ് പെർഫോമൻസ് ഡൗൺ ആവുന്നത്. അതുവരെ നല്ല രീതിയിൽ ഒരു ഡീസന്റ് കണക്കുകൾ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഒരു മെയിൻ സ്ട്രൈക്കർ, ഒരു ടാർഗറ്റ് മാൻ എന്ന രീതിയിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നില്ല. കുറച്ചുകൂടി ഒരു ഡ്രോപ്പ് ചെയ്തിട്ട് സ്ട്രൈക്കറായിട്ട് കളിച്ചാലും കുറച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ ലൂണ ഈ ഒരു സ്ട്രൈക്കറൊപ്പം എങ്ങനെയാണ് കളിക്കുന്നത് അതുപോലെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. 9 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 8 കീ പാസുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പാസിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഇറങ്ങി വന്നിട്ട് ഈ പ്ലേ മേക്കിംഗ് ശ്രമങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. ഒരു വിങ്ങർ എന്ന രീതിയിൽ കൂടുതൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അഡാപ്റ്റേഷന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എല്ലാ സീസണിന്റെ തുടക്കത്തിലും ഇതേ പ്രശ്നം അതിന് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇന്ത്യ പോലെ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് ആ ഒരു ക്ലൈമറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. കൺവേർഷൻ റേറ്റിന്റെ കാര്യത്തിൽ ഒരു പക്ക ക്വാളിറ്റി സ്ട്രൈക്കറായിട്ടോ അല്ലെങ്കിൽ ഒരു പക്ക ക്വാളിറ്റി വിങ്ങറായിട്ടോ ഈ 2 കാറ്റഗറിയിലും പെടാത്ത ഒരു ഡീസന്റ് എന്ന രീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. സോ സിർനിച്ചിന് ശേഷം ആരാണ് കുറച്ച് മാച്ചുകൾ കളിച്ചിട്ടുള്ളത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സർപ്രൈസിംഗ്ലി മാർക്കോ ലെസ്കോവിച്ച് ആണ്. ലെസ്കോവിച്ചിനെ സംബന്ധിച്ച് ലൂണയ്ക്കൊപ്പം ഇവാന്റെ ഫസ്റ്റ് സീസണിൽ വന്ന പ്ലെയറാണ്. തുടർച്ചയായുള്ള 3 സീസണിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ പറ്റിയ ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡേഴ്സിൽ ഒരാൾ തന്നെയാണ് ലെസ്കോവിച്ച്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിന്റെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 സീസണിലും ആ പെർഫോമൻസിന്റെ ഗ്രാഫ് കുറച്ചൊക്കെ ഇങ്ങനെ താഴേക്ക് വരുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഫസ്റ്റ് സീസണിൽ ലെസ്കോവിച്ച് എന്ന് പറയുന്ന ഒരു പ്ലെയറിന് ഉണ്ടായിരുന്ന ആ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ച ആ ഒരു സെക്യൂർ ഫീലിംഗ് അതിനുശേഷമുള്ള 2 സീസണിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇഞ്ചുറീസ് ആണ്. 2 സീസണിലും ഇഞ്ചുറീസ് അദ്ദേഹത്തിന്
വന്നത് വലിയ രീതിയിൽ ബാധിച്ചു. അതും ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സിറ്റുവേഷനിലാണ് ഇഞ്ചുറീസ് വന്നിട്ടുള്ളത്. അത് ടീമിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് രണ്ടാമത്തെ സീസണിൽ. സോ ഇഞ്ചുറി പ്രോൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് അദ്ദേഹം പോകുന്നുണ്ടോ എന്നുള്ളത് കഴിഞ്ഞ 2 സീസണുകളായിട്ട് നമുക്കൊരു സംശയമാണ്. ഇനിയും അതിൻ്റെ അവസരം കൊടുത്ത് ഇമ്പോർട്ടൻ്റ് ആയുള്ള സിറ്റുവേഷനിൽ ഒരു ബെസ്റ്റ് ഡിഫൻഡറെ നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രശ്നമാണ്. ആൻഡ് ബാക്കി അദ്ദേഹം ഇറങ്ങുന്ന മാച്ചുകളിൽ നമുക്ക് എവിടേക്കോ അതിൻ്റെ പഴയ സ്പാർക്ക്, പ്രത്യേകിച്ചും മോഹൻ ബഗാനെതിരെയുള്ള മാച്ചിൽ ആ ഒരു ഗോൾ ലൈൻ സേവ് ഒക്കെ വീണ്ടും റീതിങ്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു മാച്ചൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും എവിടേക്കോ ഒരു കൺസിസ്റ്റൻസിലാക്കിയുന്നുണ്ട്. ഒരു സമയത്ത് മിലോസ് ലെസ്കോവിച്ച് ആ ഒരു കോമ്പിനേഷൻ അത് വീണ്ടും ആ ഒരു ഇവൻ്റെ ഫസ്റ്റ് സീസൺ പോലെ ഡിഫൻസിനെ സ്ട്രോങ് ആക്കി വെക്കുന്ന ഒരു സ്പാർക്ക് തന്നിരുന്നു. അത് വെറും 3 മാച്ചുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും ആ ഡിഫൻസിന്റെ പാളിച്ചകളൊക്കെ വന്നു. സോ അവിടെ ഇഞ്ചുറി കൺസേണും അതിന്റെ പെർഫോമൻസ് ഡൗൺ ആവുന്നതും ഒരു ചെറിയ കൺസേൺ ആണ്. ലെസ്കോവിച്ചിനോട് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. കോൺട്രാക്ട് വൈസ് നോക്കുകയാണെങ്കിലും ആ ഒരു വൈബൊക്കെയാണ് നിലവിലുള്ളത്. സോ എന്തായാലും അത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ഇനി ലെസ്കോവിച്ചിനൊപ്പം തന്നെ 12 മാച്ചുകൾ കളിച്ച മറ്റൊരു ഫോറിൻ പ്ലെയർ ആണ് ക്വാമെ പെപ്ര. അദ്ദേഹവും ഈ സീസണിൽ ഇഞ്ചുറി പറ്റി ഈ പറഞ്ഞ പോലെ ISL നിന്ന് പുറത്തു പോകേണ്ടി വന്ന ഒരു പ്ലെയർ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സീസണിലെ കലികാലം ആരംഭിക്കുന്നത് ക്വാമെ പെപ്രയുടെ ഇഞ്ചുറിക്ക് ശേഷമാണ്. ലൂണ പോയതിനു ശേഷം അടുപ്പിച്ചുള്ള 3 മാച്ചുകൾ നമ്മൾ വിജയിച്ചിരുന്നു. സൂപ്പർ കപ്പിൽ പോയി ഈ പറഞ്ഞ പോലെ ക്വാമെ പെപ്രയ്ക്ക് പരിക്ക് വരുന്നതിന് ശേഷം ഫ്രണ്ട് ലൈനിൽ പെപ്രയുടെ ആബ്സെൻസ് നമുക്ക് വളരെയധികം എഫക്റ്റ് ആയിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട് ലൈൻ പ്രസ്സിങ്ങിനെയും ആൻഡ് ദിമിത്രോസിനോ കിട്ടുന്ന ആ ഒരു ഫ്രീഡത്തിനെയും അതിനൊക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. സോ ഈ സീസണിലെ ആ ഒരു പതനത്തിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ക്വാമെ പെപ്രയുടെ അഭാവമാണ്. സോ ഒരു ഫുൾ സീസൺ കളിക്കാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തെ വേണമോ വേണ്ടയോ എന്ന് പറയാനും പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ എന്നാലും കളിച്ച മാച്ചുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഡയസ് വാസ്കസ് ആ ഒരു വൈബ് പലപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ഒരു സ്പെസിഫിക് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഡയസിന് ബ്ലാസ്റ്റേഴ്സിൽ നമ്പേഴ്സ് വൈസ് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. ഗോളുകളൊക്കെ ഈ പറഞ്ഞ പോലെ വാസ്കസിനൊപ്പം ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇമ്പാക്ട് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത് വിത്തൗട്ട് ദ ബോളാണ്. ബോൾ ഇല്ലാതെ ഡിഫൻഡേഴ്സിന് തലവേദന ആവുന്ന രീതിയിൽ, പ്രസ് ചെയ്യുന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു കമ്മിറ്റ്മെന്റ് ഫാക്ടർ ഉണ്ട്. അങ്ങനെയൊക്കെ വാസ്കസിന് ഒരുപാട് ബോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ നമുക്ക് ദിമിത്രോസ് പെപ്ര ഒരു കോമ്പിനേഷനിൽ വരുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഗോൾ അടിക്കുന്നതും രണ്ടുപേരും ആക്റ്റീവായിട്ട് ഒരു കോംബോ ആയിട്ട് വർക്ക് ചെയ്യുന്നതും കണ്ടിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഈ സീസണിൽ ലൂണ പോയിട്ടും ടീമിനെ ഹെൽപ്പ് ചെയ്തൊരു ഫാക്ടറാണ്. അത് നഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് വലിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഗെയിം സ്റ്റൈലിൽ വലിയ വിടവുകളും ഈ പറഞ്ഞ വിള്ളലുകളും വന്നിട്ടുണ്ട്. സോ ക്വാമെ പെപ്ര ഈ സീസണിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു മിസ്സുകളിൽ ഒന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും അതിന്റെ ഗെയിം സ്റ്റൈലിൽ അതിന്റെ പെർഫോമൻസിൽ ഒരു വലിയ വീക്ക്നെസ് ഉണ്ടായിരുന്നത് ഫിനിഷിംഗ് ആണ്. കിട്ടിയ ഒരുവിധപ്പെട്ട ചാൻസുകളിൽ അതിൽ തുടക്കത്തിൻ്റെതായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷവും ഫിനിഷിങ്ങിൽ ഒരു വലിയ പ്രശ്നം അതിൽ നേരിട്ടിരുന്നു. ഒരു ഡെഡ്ലി സ്ട്രൈക്കർ, ദിമിത്രോസിനൊപ്പം കട്ടക്ക് നിൽക്കുന്ന ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ ഫിനിഷിംഗ് കൺവേർഷൻ്റെ റേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് തുടക്കത്തിലേക്ക് ഈ പറഞ്ഞ പോലെ പാസുകൾ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ആ ഒരു വിഷന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പെപ്ര ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പതിയെ ഒന്ന് സെറ്റായി വരുന്ന സമയത്താണ് ഈ പെപ്രയ്ക്ക് ഇഞ്ചുറി വരുന്നത്. സോ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് പറയാൻ പറ്റില്ല. സോ പെപ്രയുടെ കാര്യത്തിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ, പുതിയ കോച്ച് വരുമ്പോൾ അതിൻ്റെ ഗെയിം സ്റ്റൈലിൽ സൂട്ട് ആവുകയാണെങ്കിൽ ഒരു അവസരം അർഹിക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അതല്ലാത്ത പക്ഷം ഒരു ബെറ്റർ ഓപ്ഷനിലേക്ക്, ഒരു ഡെഡ്ലി ആയിട്ടുള്ള ഒരു പ്ലെയറിലേക്ക് നോക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ അഭിപ്രായം. ആൻഡ് ഇനി അടുത്തയാൾ ദെയ്സുകെ സക്കായ് എന്ന ജാപ്പനീസ് പ്ലെയർ ആണ്. നമുക്കറിയാം സുറ്റീരോയ്ക്ക് പകരമായിട്ടാണ് ഈ സീസണിന്റെ തുടക്കത്തിൽ ഏഷ്യൻ കോട്ടയിൽ നമ്മൾ സക്കായി സൈൻ ചെയ്യുന്നത്. സർപ്രൈസിംഗ്ലി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മാച്ചുകൾ കളിച്ചിട്ടുള്ള ഫോറിൻ പ്ലെയർ അത് സക്കായി ആണ്. 21 മാച്ചുകൾ. ബ്ലാസ്റ്റേഴ്സ് ആകെ കളിച്ച് 23 മാച്ചിൽ 23ലും സക്കായി അവൈലബിൾ ആയിരുന്നു. 21 എണ്ണത്തിൽ അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മാച്ചുകൾ ഇഞ്ചുറീസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ എല്ലാ മാച്ചിലും അവൈലബിൾ ആയിരുന്ന ഏക പ്ലെയർ എന്നുകൂടി പറയാം സക്കായുടെ കാര്യത്തിൽ. ആൻഡ് ലൂണ ഇല്ലാതിരുന്ന സമയത്ത്, ലൂണയ്ക്ക് ഇഞ്ചുറി പറ്റിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്ലെയറാണ് സക്കായ്. നോട്ട് ചെയ്യുക, ഉണ്ടായിരുന്ന പ്ലെയർ എന്നാണ് പറഞ്ഞത്, ആ വിടവ് നികത്തി എന്ന് പറഞ്ഞിട്ടില്ല. സോ ആ പ്രശ്നം തന്നെയാണ് സക്കായുടെ കാര്യത്തിൽ ഈ പറഞ്ഞ ഒരു ചാൻസ് കൂടി കൊടുക്കുന്നതിൽ വലിയൊരു സംശയമായിട്ട് നിൽക്കുന്നത്. സക്കായ് എന്ന് പറയുന്ന പ്ലെയർ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്ലെയറാണ്. ലൂണയെ ഉപയോഗിക്കുന്ന പോലെ സഹലിനെ ഉപയോഗിച്ചതുപോലെ ഒരു വിങ്ങറായിട്ട് തന്നെയാണ് ഈ സീസണിൽ കളിപ്പിച്ചിട്ടുള്ളത്. ആസ് എ പ്ലേ മേക്കർ എന്ന രീതിയിൽ, ലൂണയ്ക്ക് പകരം ഉപയോഗിച്ചൊരു പ്ലെയർ എന്ന രീതിയിൽ ആ ഒരു ക്രിയേറ്റീവ് എലമെന്റ് മിസ്സായിരുന്നു എന്നുള്ളതാണ് സക്കായിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ആൻഡ് ചാൻസസ് ക്രിയേഷന്റെ കാര്യത്തിൽ 18 ചാൻസസ് ക്രിയേഷൻ ഉണ്ട്. അത് ദിമിത്രോസിനും ലൂണയ്ക്കും ശേഷം മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന കണക്കൂടിയാണ്. പക്ഷേ ആ ചാൻസസ് ക്രിയേഷനിൽ ഒരു മെജോറിറ്റി ബോളുകളും വന്നിട്ടുള്ളത് ഈ വിങ്ങിൽ നിന്നുള്ള ക്രോസുകളുടെ രൂപത്തിലാണ്. അത് ഓവർലാപ്പ് ചെയ്ത് ക്രോസ് കൊടുക്കുന്ന നോർമൽ വിങ്ങസ് ആ ഒരു രീതിയിലല്ല, കുറച്ചൊരു ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു ഡയഗണൽ ഹൈ ബോൾ എന്ന രീതിയിലുള്ള ക്രോസുകൾ, ഡയഗണൽ ബോൾസ് ആണ് ബോക്സിനകത്തേക്ക് കൂടുതലും ഒരു ബോൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ചാൻസസ് ക്രിയേഷന്റെ കാര്യത്തിലൊക്കെ അത്തരത്തിലൊരു കാര്യമാണ്, അത്തരത്തിലുള്ള ഹൈ ബോളുകളെയാണ് അദ്ദേഹം ആശ്രയിച്ചിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ ഈ സെന്ററിലേക്ക് വന്നിട്ടുള്ള ത്രൂ ബോളുകളോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിഫൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബോളുകളോ അധികം പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ സീസണിൽ സക്കായിക്ക് സാധിച്ചിട്ടില്ല. പ്ലേ മേക്കർ എന്ന രീതിയിലല്ല, കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിങ്ങർ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ പൊസിഷനിൽ നിന്നുകൊണ്ട്, ആ റോളിൽ നിന്നുകൊണ്ട് അവിടെ അദ്ദേഹത്തിന്റെ കണക്കുകൾ നോക്കുമ്പോൾ ഡീസന്റ് ആണ്. ഈ പറഞ്ഞ ഒരു അഡ്വാൻസ്ഡ് വിങ്ങർ എന്ന രീതിയിൽ ഡീസന്റ് ആയിട്ടുള്ള കണക്കുകളും 3 ഗോളും ഒരു അസിസ്റ്റും ഉണ്ട്. ആൻഡ് ചാൻസസ് ക്രിയേഷന്റെ കാര്യത്തിലാണെങ്കിലും ക്രോസുകളുടെ കാര്യത്തിലാണെങ്കിലും അവിടെ നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ടിയിരുന്നൊരു സാധനം അതായിരുന്നില്ല ശരിക്കും ഈ സീസണിൽ. ലൂണയ്ക്ക് പകരം ആ വിങ്ങിൽ ഉപയോഗിക്കുന്ന
ഉപയോഗിക്കുമ്പോൾ ലൂണയെ പോലെ കളിക്കാൻ അത് പാടാണ്. എന്നാലും ലൂണയെ പോലെ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ആ റോൾ ഏറ്റെടുത്ത് കളിക്കാൻ, ക്രിയേറ്റീവായിട്ട് കളിക്കാൻ പലപ്പോഴും സക്കായി പരാജയപ്പെട്ടിട്ടുണ്ട്. ഡീസൻ്റ് ആയുള്ള പെർഫോമൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ ലൂണയ്ക്ക് പകരം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ലൂണയ്ക്ക് ഒരു ബാക്കപ്പ് എന്ന് പറയുമ്പോൾ ഇതല്ല വേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് മറ്റൊരാൾ മിലോസ് ഡ്രിൻസിച്ച് ആണ്. 19 മാച്ചുകളാണ് കളിച്ചിട്ടുള്ളത്. ആൻഡ് തുടക്കത്തിൽ ലെസ്കോവിച്ചിന്റെ അഭാവത്തിൽ ആ ഒരു ഡിഫൻസിൽ ചാർജ് ഉണ്ടായിരുന്ന പ്ലെയർ മിലോസ് ആണ്. ആൻഡ് നമ്മൾ ആ മാച്ചുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുവിധപ്പെട്ട മാച്ചുകളിലൊക്കെ നമ്മൾ പറഞ്ഞുള്ള ഒരു കാര്യമാണ് ലെസ്കോവിച്ചിന്റെ ആബ്സെൻസ് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ മിലോസിന്റെ പെർഫോമൻസ് മാറുന്നുണ്ട് എന്നുള്ളത്. ശരിക്കും അത് തന്നെയാണ് ഈ സീസണിന്റെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ പിടിച്ചു നിർത്തിയ ഒരു വലിയ ഫാക്ടർ. ലെസ്കോവിച്ചിനെ പോലെ ഒരു ഫസ്റ്റ് ചോയ്സ് വരാൻ പറ്റുന്ന ഒരു പ്ലെയറുടെ അഭാവം ഈ സീസണിലുടനീളം അവിടെ ഇവിടെയൊക്കെയായിട്ട് ഉണ്ടായിരുന്നെങ്കിലും അതിന് വലിയ രീതിയിൽ ബാധിക്കാതെ പിടിച്ചു നിർത്തിയത് ശരിക്കും മിലോസിന്റെ ആ ഒരു പെർഫോമൻസ് ആണ്. സോ മിലോസ് എന്ന് പറയുന്നത് ഈ സീസണിലെ വൺ ഓഫ് ദ അണ്ടർ റേറ്റഡ് ഫോറിൻ പ്ലേയേഴ്സിൽ ഒരാൾ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വിത്ത് ദ ബോൾ ആണെങ്കിൽ ആ ബിൽഡപ്പ് 80% പാസിംഗ് ആക്യുറസി, ഒരു ഡിഫൻഡർ എന്ന് പറയുമ്പോൾ ആ ഓൺ ഹാഫിലുള്ള പാസിംഗ്സ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വന്നു എന്നതിന്റെ തെളിവാണ്. ആൻഡ് ഡിഫൻഡിങ്ങിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിലും ഈ പറഞ്ഞ ഒരു എക്സ്ട്രാ എഫേർട്ടും ആ ഒരു കമ്മിറ്റ്മെന്റ് ഫാക്ടറും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ടാക്കിൾസിന്റെ കാര്യത്തിലേക്കാണെങ്കിലും ബ്ലോക്സിന്റെ കാര്യത്തിലേക്കൊക്കെ ആണെങ്കിലും കൃത്യമായിട്ട് ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറിനെ നമുക്ക് മിലോസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ലെസ്കോച്ച് മോങ്കിൽ കോംബോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ പെർഫോമൻസ് വൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും ലെസ്കോവിച്ചിന് ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് മോങ്കിലിനെ ഒരു സെക്കൻഡ് ചോയ്സ്, ഒരു ബാക്കപ്പ് ആയിട്ടാണ്. ആദ്യത്തെ സീസണിൽ ഒരു ഇന്ത്യൻ ഫോറിൻ കോംബോ വർക്ക് ആയതുകൊണ്ടായിരിക്കാം, അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പറഞ്ഞ ഒരു സെക്കൻഡ് ചോയ്സ് ആയിട്ടാണ് ശരിക്കും മോങ്കിൽ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സെക്കൻഡ് ചോയ്സ് ഫസ്റ്റ് ചോയ്സ് എന്ന് മാറ്റാൻ പറ്റാതെ രണ്ടുപേരും ഫസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നെ, മിലോസ് ഇല്ലാത്തപ്പോൾ ലെസ്കോവിച്ചും, ലെസ്കോവിച്ച് ഇല്ലാത്തപ്പോൾ മിലോസും ആ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം പറ്റിയൊരു കാര്യം, ലീഗിന്റെ അവസാനത്തേക്കൊക്കെ വന്നപ്പോൾ ടീമിൻ്റെ ടാക്ടിക്സ് എക്സ്പോസ് ആയപ്പോൾ, ടീമിൻ്റെ ഗെയിം സ്റ്റൈൽ എക്സ്പോസ് ആയപ്പോൾ മിലോസിൻ്റെ വീക്ക്നെസ്സുകൾ കൂടി എക്സ്പോസ് ആയിട്ടുണ്ട്. അത് ഹൈലൈൻ കളിക്കുന്ന സമയത്തുള്ള മാർക്കിങ്, അവിടെ പ്ലേയേഴ്സിന് ട്രാക്കിങ്, പേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാന മാച്ചുകളിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടു. അവിടെ മിലോസ് പരാജയപ്പെടുന്നതും അവിടെ അദ്ദേഹത്തിൻ്റെ മിസ്സുകളിൽ ഗോൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ആ വീക്ക്നെസ്സുകൾ പരിഹരിക്കുക. ആൻഡ് അതേസമയം ഗെയിം സ്റ്റൈൽ ഷൂട്ട് ആവുകയാണെങ്കിൽ ഡിഫൻഡേഴ്സിൻ്റെ പേസിനെ ആശ്രയിക്കുന്ന ഒരു രീതിയാണെങ്കിൽ പ്രിഫർ ചെയ്യുന്നില്ല. അതേസമയം കുറച്ചുകൂടി ലോവർ ബാക്ക് കളിച്ച് ഈ പറഞ്ഞ ഡിഫൻഡിങ്ങിൽ ആ ഒരു പൊസിഷനിങ് ആൻഡ് അവിടെയുള്ള ബ്ലോക്കിംഗ്, അവിടെയുള്ള ഡിഫൻസീവ് പെർഫോമൻസിനെ ആശ്രയിക്കുന്ന ഒരു സെൻറ്റർ ബാക്കാണ് നമ്മുടെ കോച്ചിന് വേണ്ടതെങ്കിൽ എന്തുകൊണ്ടും അടുത്ത സീസണിലും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ് മിലോസ് ഡ്രിൻസിച്ച്. ഇനി അവസാനത്തേതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് തോന്നിയ ഒരു പ്ലെയർ ദിമിത്രിയോസ് ദെമന്തക്കോസ് ആണ്. പക്ഷേ പുള്ളി നമ്മൾ ഈ വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ സ്ഥലം വിട്ടിട്ടുണ്ട്. ഓൾറെഡി ബ്ലാസ്റ്റേഴ്സിന്റെ കോൺട്രാക്ട് എക്സ്പയർ ആയിരുന്ന ഒരു പ്ലെയറാണ്. കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുണ്ട് നിലവിൽ. സോ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ നമ്മൾ ദിമിത്രിയോസിനെ കാണില്ല. ബാക്കിയൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ് ആൻഡ് ഓൾ ടൈം ടോപ്പ് സ്കോററാണ്. സോ അങ്ങനെ ഒരു സ്ട്രൈക്കറിനെയാണ് ബ്ലാസ്റ്റേഴ്സ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. സോ കണ്ടറിയണം ഇനി എന്താ സംഭവിക്കാന്നുള്ളത്. മറ്റ് പ്ലേയേഴ്സിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഗെയിം സ്റ്റൈൽ ഷൂട്ട് ആവുകയാണെങ്കിൽ എന്നൊരു കമന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഒരുവിധപ്പെട്ട കോച്ചുമാരുടെയൊക്കെ ഗെയിം സ്റ്റൈലിൽ ഷൂട്ട് ആവുന്ന ഒരു സ്ട്രൈക്കർ തന്നെയായിരുന്നു ദിമിത്രിയോസ്. അദ്ദേഹം ടീം വിട്ടു പോയിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഡിസിഷനും അദ്ദേഹത്തിന്റെ തീരുമാനവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവാം. സോ അടുത്ത സീസണിൽ മറ്റൊരു സ്ട്രൈക്കറിനെ തപ്പണം, അദ്ദേഹം ഗോൾ അടിക്കണം, ഇവിടെ അദ്ദേഹം കൺസിസ്റ്റന്റ് ആയിട്ട് വരണം. സോ വളരെ വലിയൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സോ അത് എന്തായാലും വർക്ക് ആവില്ല എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. സോ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി അടുത്ത സീസണിൽ ഉറപ്പായും വേണമെന്ന് ആഗ്രഹിച്ച രണ്ട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ലൂണയാണ്, മറ്റൊന്ന് ദിമിത്രിയോസുമാണ്. അതിൽ ദിമിത്രിയോസിന്റെ കോൺട്രാക്ട് കഴിഞ്ഞു, അദ്ദേഹത്തെ നിലനിർത്താൻ പറ്റിയില്ല. ലൂണയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന പ്ലേയേഴ്സിൽ മിലോസ്, പെപ്ര, ലെസ്കോവിച്ച്. ഇതിൽ മിലോസും പെപ്രയും അടുത്ത കോച്ചിന്റെ ഗെയിം സ്റ്റൈൽ സൂട്ടബിൾ ആവുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ ഒരു അവസരം കൊടുക്കാം എന്നുള്ളതും, ഇഞ്ചുറി പ്രശ്നങ്ങൾക്ക് കുറച്ചുകൂടി കൃത്യമായ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ലെസ്കോവിച്ച്. അങ്ങനെ ഈ 3 പ്ലേയേഴ്സിനെയാണ് ബാക്കിയുള്ളതിൽ അടുത്ത സീസണിലും ഞാൻ കാണാൻ ആഗ്രഹിച്ച പ്ലേയേഴ്സ്. ടോട്ടലി ഈ പറഞ്ഞ പോലെ ഈ സീസണിലെ ഫോറിൻ പ്ലേയേഴ്സിന്റെ പെർഫോമൻസിനെ പറ്റി എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്ന പ്ലേയേഴ്സ് മറ്റൊരാളായിരിക്കും. അത് കമന്റ് ബോക്സിൽ ചേരാൻ ശ്രമിക്കുക. അത് കണ്ട് ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്ട് ഒന്നും എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ അഭിപ്രായം പറഞ്ഞതിൻ്റെ ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടും. സോ നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.